ഓസിൻ്റെ കട്ട ഫാനായ മേധാരവതി ഫ്രം ഓസി ഷോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഓസി ഷോപ്പ്. കഴിഞ്ഞ വർഷത്തെ അതായത് 2024 ഓണത്തിന് ഞാൻ ഓബൈ ഓസിയിൽ നിന്ന് തന്നെയാണ് ഓർണമെൻറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ബാംഗിൾസിലും കിഡ്സിന് പറ്റിയ ബാംഗിൾസ് ഇല്ലല്ലോ. നമുക്ക് ഇവിടുന്ന് ഓസിയുടെ പക്ഷെ ഇത്രയും ഈ ബ്രേസ്ലെറ്റ് എന്നാൽ അവർക്ക് വേണ്ടല്ലോ. 899 ആവശ്യമില്ലല്ലോ. ഭയങ്കര ആഗ്രഹം. ഓസിന്റെ ഭയങ്കര ഫാനാണ്. ഈ ഒരു ഓർണമെൻ്റാണ് ഞാൻ ഈ തവണ സെലക്ട് ചെയ്തിട്ടുള്ളത്. കൊള്ളാവോ? അങ്ങനെ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ഡേ വന്നെത്തി. എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നാളെ ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ സാരിയൊക്കെ സെറ്റാക്കി വെച്ചേക്കാം. പിന്നെയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് കൂടെയുണ്ട്, ആ ചേച്ചി പ്രൊഫഷണൽ സാരി ഡ്രേപ്പിസ്റ്റാണ്. അപ്പോൾ പിന്നെ ചേച്ചി എനിക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് തന്നു. പിന്നെ എനിക്കാണെങ്കിൽ അങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ സാരി ഉടുപ്പിച്ച് വന്നത് അതൊന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. പിന്നെ എനിക്ക് ഒരു ഹെൽപ്പറും കൂടെ ഉണ്ടായിരുന്നു, വേറെ ആരുമില്ല, രേവുവാണ് എൻ്റെ മോള്. അപ്പോൾ പിന്നെ എനിക്കാണെങ്കിൽ ഓഫീസിൽ സ്ഥിരം നമ്മൾ പഞ്ച് ചെയ്യുന്ന ടൈമിൽ തന്നെ എത്തുകയും വേണം, കുറച്ച് ഹറിബറി ആയിരുന്നു. അങ്ങനെ നമ്മുടെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. എത്ര രൂപയിലൊക്കെ? 1000 രൂപ മാലയും കമ്മലും. പിന്നെ ഓബൈ ഓസിയിലെ ഈ ഒരു ഓർണമെൻറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളിത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു 2000-3000 ഒക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും കേട്ടോ. ആ ഒരു രീതിയിലാണ് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞത്. ഒരു പ്രൊഫഷണൽ ഡ്രേപ്പിസ്റ്റ് ഡ്രേപ്പ് ചെയ്ത് തന്നതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഈ സാരിക്കുണ്ടായിരുന്നു. ഈ ഈവനിങ് വരെ ആ സാരി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒന്ന് ഉടഞ്ഞു പോലും ചെയ്യാതെ. എൻ്റെ കൊളീഗ് അത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിരുന്നു. ഓണം ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, സൗത്ത് ലൂമിൽ നിന്ന് വാങ്ങുന്നത്. ഈ ഒരു സാരിയായിരുന്നു അന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഈ ഒരു എണ്ണം എൻ്റെ കണ്ണിൽ പെടുകയും പിന്നെ ഞാൻ ഇത് തന്നെ മതി എന്നങ്ങ് തീരുമാനിക്കുകയും ചെയ്തതായിരുന്നു. എനിക്ക് തോന്നണേ ഈ ഫസ്റ്റ് നീളെ നീ മുക്കുതിച്ച് നിൽക്കുന്നതായിരിക്കും. എനിക്ക് മാല കുറച്ച് താഴ്ത്തിയിടുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ചേച്ചി പറഞ്ഞു മാല പൊക്കി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ, ഏതാണ് ഭംഗി ഉണ്ടായിരുന്നത് എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മുല്ലപ്പൂ വെക്കാം. ഓണായാൽ പിന്നെ മുല്ലപ്പൂവിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. പക്ഷേ എൻ്റെ മുല്ലപ്പൂ ഞാൻ തലേദിവസമേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചങ്ങ് വാടിപ്പോയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ആ ഇലയിൽ നിന്ന്, അതായത് താമര ഇലയിൽ പൊതിഞ്ഞിട്ടാണല്ലോ അവർ തരുന്നത്. ഞാനത് മാറ്റി വെച്ചില്ല, മാറ്റി ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയായിരുന്നു ചേച്ചി പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഞങ്ങളങ്ങ് സെറ്റാക്കി എടുത്തു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ലുക്ക്? കൊള്ളാവോ? പിന്നെ ഈ ചേച്ചി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരും, ബ്ലൗസ് ചുരിദാറൊക്കെ. അതുപോലെ തന്നെ പ്രൊഫഷണൽ സാരി ഡ്രേപ്പിസ്റ്റാണ്. അപ്പം എൻ്റെ ഓഫീസിൻ്റെ അടുത്ത്, കവടിയാർ ഓഫീസിൻ്റെ അടുത്താണ് ചേച്ചിയുടെ ബൊട്ടിക്ക് വരുന്ന. ആർക്കെങ്കിലും ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ തരാം കേട്ടോ. ഇത്തവണത്തെ ഓണം പൂക്കളത്തിന് എന്തോ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു, ഒരു പവിത്രത ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഒരു 2-3 വർഷം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഒരു മനോഹരമായ പൂക്കളായിരുന്നു നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതും ഓണപ്പട്ടൻ്റെ കൂടെ അകമ്പടി സേവിക്കുന്നതിലുമൊക്കെയായിരുന്നു എൻ്റെ സന്തോഷം. കൗമാരത്തിലും തിരുവോണത്തിൻ്റെ നിറങ്ങൾ പത്തും മനസ്സിലും ശരീരത്തിലും പ്രതിഫലിച്ചിരുന്നു. യൗവനമായപ്പോഴേക്കും തിരുവോണം അണിഞ്ഞൊരുങ്ങുന്നതിലും ഒറ്റപ്പെടലുകളിലും മാത്രമായി ഒതുങ്ങുന്നതുപോലെ തോന്നി. ഈ തവണത്തെ ഓണം പ്രത്യേകിച്ചും നിരാശാജനകമായിരുന്നു. നാട്ടിൽ പോകുന്നില്ല എന്ന തീരുമാനം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അച്ഛൻ, അമ്മ, ഏട്ടൻ, അമ്മയുടെ ബന്ധുക്കൾ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം എന്ന് ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചറിയുകയായിരുന്നു ഈ ഒരു ഓണം ആഘോഷങ്ങളിലും. അങ്ങനെ ഒരുമയുടെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അത്തപ്പൂക്കളം ഈ വർഷത്തെ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അതൊന്ന് കമൻറ്റ് ചെയ്യണേ.
പാട്ട് പാടിയത് നമ്മുടെ ഓഫീസിൽ മിനിമേഡായിരുന്നു. റിഹേഴ്സൽ നടത്തുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അവരറിയാതെ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ അടുത്തുനിന്ന് ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അടുത്തായിട്ട് നമ്മുടെ ഓഫീസിൽ വിളക്ക് കൊളുത്തുന്ന പരിപാടിയായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. സദ്യ കഴിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും തിരുവനന്തപുരത്തെ സദ്യ തന്നെ കഴിക്കണം. എല്ലാ ഐറ്റംസും ഉണ്ടാവും. നമ്മൾ ഞാൻ മലബാറുകാരിയാണല്ലോ, വടകരക്കാരിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ ഇലയുടെ അറ്റത്ത് നമുക്ക് കുറച്ച് ചിക്കൻ കറിയോ കുറച്ച് ബീഫ് കറിയോ മട്ടൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓണം അങ്ങ് പൂർണ്ണമായിട്ട് ആഘോഷിതമായിട്ട് തോന്നുള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് ഇടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കഴിയുകയാണ്. താങ്ക്